ശ്രീ കെ എം ഷാജഹാൻ, ശ്രീ ജോർജ് പൊടിപ്പാറ, CPM-ന്റെ അന്ത്യകൂദാശയാണ് ഈ കണ്ടത് എന്ന് ശ്രീ കെ എം ഷാജഹാൻ പറയുന്നു. വന്നിരിക്കുന്നവരെല്ലാം യന്ത്രങ്ങൾ എന്ന രീതിയിലാണ് പെരുമാറുന്നത് എന്ന് ചോദിക്കുന്നു. നയങ്ങൾ ഉള്ള വ്യത്യാസമാണെങ്കിൽ അല്ലെങ്കിൽ ഈ പാർട്ടിക്കകത്ത് ഉയരുന്ന വിമർശനങ്ങളിലൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ ഏതെങ്കിലും തരത്തിലൊരു എതിർവാക്കോ വിമർശനങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് അത് ഡോക്ടർ ബി ജയരാജൻ അത് സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വികസന രേഖയെക്കുറിച്ച് വിശദീകരിക്കുകയാണ് വേണ്ടത്. ആ വിശദീകരിക്കുമ്പോൾ അത് പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുകയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു ചോദ്യം ഉണ്ടാകുന്നില്ല. വിശദീകരണം വരുന്നു, ആ വിശദീകരണങ്ങളെല്ലാം തൃപ്തികരമാണ്, അത് അംഗീകരിക്കപ്പെടുന്നു. ഒറ്റ ഒരാളിലേക്ക് പാർട്ടി ചുരുങ്ങുന്നത് അത് പാർട്ടിക്ക് ഗുണകരമാകുമോ? ഈ മൂന്നാം ഭരണം എന്നൊരു ടാഗ് ലൈൻ ഇങ്ങനെ പറഞ്ഞാൽ മാത്രം മതിയാകുമോ? ഉയർത്തിപ്പിടിക്കുന്ന ആ തത്വം അതിനോട് ചേർന്ന് നിൽക്കുന്നതാണോ CPM-ന്? അപർണ, അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പറഞ്ഞ CPM-ന്റെ അന്ത്യകൂദാശ എന്ന് പറയുന്നതിനോട് എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. മാത്രമല്ല, അത് ആകാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം CPM എന്ന പാർട്ടിയെ കേരളത്തിന് ആവശ്യമുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു പ്രസ്ഥാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അങ്ങനെയുള്ളൊരു പാർട്ടി ഇല്ലാതായി ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് പോകുന്നതൊന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാവില്ല. ആ പാർട്ടി ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ്. കേരളത്തിൽ ഗുണപരമായ ഒരുപാട് മാറ്റങ്ങൾ, ഒരു പുതിയ സാമൂഹ്യ ബോധം സൃഷ്ടിച്ച, സാമൂഹ്യ നീതിയെക്കുറിച്ചൊക്കെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത ഒരു ബോധം സൃഷ്ടിച്ചെടുത്ത പാർട്ടി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഈ പാർട്ടിക്ക് വലിയ സ്ഥാനമുണ്ട്. ഇവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ സ്ഥാനം പാർട്ടിക്ക് കിട്ടിയത്, CPM-നും അതുപോലെ തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കിട്ടിയത്, അത് സാമൂഹ്യ നീതിയെക്കുറിച്ച് സങ്കല്പിച്ച, തുല്യതയെക്കുറിച്ച്, സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങളില്ലാത്ത ചൂഷണം വലിയ തോതിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന, മർദ്ദിത ജനവിഭാഗങ്ങളോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന, ഏറ്റവും അവശത അനുഭവിക്കുന്ന മനുഷ്യർക്ക് ആദ്യ പരിഗണന നൽകുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും പ്രസക്തി. ആ ഒരു സാമ്പത്തിക ശാസ്ത്രം എന്നതിനേക്കാൾ ഞാൻ കമ്മ്യൂണിസത്തെ കാണുന്നതും അതിനോട് എനിക്കുള്ള താല്പര്യവും ഒരു ഐഡിയോളജി എന്നുള്ള നിലയ്ക്ക് എല്ലാ കാലത്തും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെ മനുഷ്യരാശിയെ ഉത്തേജിപ്പിച്ചിട്ടുണ്ട്. വിപ്ലവത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, ചെറുപ്പക്കാരെ ഇത്രയേറെ ആകർഷിച്ച ഒരു പ്രത്യയശാസ്ത്രവും ലോകത്തുണ്ടായിട്ടില്ല. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മാൻ ഈസ് ബൈ ബർത്ത് ഈക്വൽ, എല്ലാ മനുഷ്യരും ജന്മനാ തുല്യരാണ് എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് സങ്കല്പം. പക്ഷെ ആ തുല്യത ഇല്ലാതാകുന്നത് ഒരു കൂട്ടം മനുഷ്യര് സമ്പത്ത് മുഴുവൻ കൈയടക്കുകയും അങ്ങനെ അധികാരവും സമ്പത്തും അതുപോലെ തന്നെ ആസ്തികളും ഉൽപാദനോപാധികളും മുഴുവൻ ഒരു വിഭാഗം കൈയടക്കി ബാക്കിയുള്ള വിഭാഗത്തിനെ ചൂഷണം ചെയ്ത് അവർ തടിച്ചു കൊടുക്കുന്ന, അപ്പോൾ തുല്യതയ്ക്ക് വേണ്ടിയുള്ള, സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള, അതുപോലെ തന്നെ മനുഷ്യനായി മാറ്റാനുള്ള ഒരു പോരാട്ടം, സത്യം പറഞ്ഞാൽ ഒരു വിമോചന പോരാട്ടം, ആ നിലയ്ക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമ്മൾ കണ്ടതും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പറഞ്ഞു വെച്ചത് അതാണ്. അതായത് മുതലാളിത്തത്തിനെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെ ഉള്ളൊരു പോരാട്ടം. അവിടെ ഉള്ളവനെ കൂടുതലുള്ളവനാക്കുക, ദ റിച്ച് ബിക്കം റിച്ചർ ആൻഡ് ദ പുവർ ബിക്കം പുവറർ എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതിനെതിരെയാണ്. മുതലാളിമാരെ സൃഷ്ടിക്കലല്ല വികസനം എന്ന് പറഞ്ഞാൽ. അത് ഒരു പരിധി വരെയെങ്കിലും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വരുമാനത്തിലെ അന്തരം കുറച്ചുകൊണ്ട് മനുഷ്യർക്കിടയിൽ ഒരു പരിധി വരെ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ഈക്വാലിറ്റി എന്ന് പറയുന്നത് അസാധ്യമാണ്. പക്ഷെ ഒരു പരിധി വരെയെങ്കിലും വരുമാനത്തിന്റെ കാര്യത്തിൽ, അവസരങ്ങളുടെ കാര്യത്തിൽ ഒരു സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് താഴെത്തട്ടുള്ള മനുഷ്യരോട്, തൊഴിലാളി വർഗത്തോട്, അധസ്ഥിതരോട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ടുള്ള പോരാട്ടങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ചതും. ചില അപഭ്രംശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വലിയൊരളവോളം അത് നിലനിർത്താനും അങ്ങനെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാനും അവർക്ക് കഴിഞ്ഞു. പക്ഷെ ഇപ്പോ ഈ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, CPM പറയുന്നു, ഞങ്ങൾ നയം മാറുകയാണ്. നയം മാറ്റമാണ്. അത് വലതുപക്ഷ വ്യതിയാനമാണ് എന്നുള്ള കാര്യത്തിൽ വല്ല സംശയമുണ്ട്? ഇതുവരെ ഉയർത്തിപ്പിടിച്ച ഇടതുപക്ഷ സാമ്പത്തിക നയങ്ങളിൽ നിന്ന് സ്വതന്ത്ര സമ്പദ്ഘടനയിലേക്ക്, അതുപോലെ തന്നെ ഫ്രീ ക്യാപിറ്റൽ ഇൻഫ്ലോയിലേക്കെല്ലാം എവിടുന്നായാലും മൂലധനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതാണ് ജോർജ് പൊടിപ്പാറ, ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലുള്ള അടിച്ചമർത്തൽ ഉണ്ടാകുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത് നടത്തുന്നു. വീട്ടമ്മമാർക്കടക്കം ഞങ്ങൾ പെൻഷൻ കൊടുക്കുകയാണ്. ഇത് പണം എവിടെ നിന്ന് കണ്ടെത്തും? എവിടെ നിന്നാണെങ്കിലും മൂലധനം സമ്പാദിക്കുകയല്ലാതെ പിന്നെ ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു പ്രാക്ടിക്കൽ ചോദ്യമാണല്ലോ നേരത്തെ ശ്രീ ഡോക്ടർ ബി ജയരാജ് ചോദിക്കുന്നതിന്റെ കാതൽ. ജയരാജനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെ ഒരു സംഗതിയുടെ പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ എന്താ പറയാ
അതിന്റെ കഴുത്ത് ഞെരിക്കാൻ പാടുണ്ടോ? കമ്മ്യൂണിസം എന്ന് പിന്നെ പറയാൻ പറ്റുള്ളൂ. നേരത്തെ ശ്രീ ഷാജഹാൻ ചോദിച്ചതുപോലെ ഇത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ തുല്യതയ്ക്ക് വേണ്ടിയുള്ള അതുപോലെ തന്നെ അധസ്ഥിതരോടും പാവങ്ങളോടുമുള്ള ഈ ഒരു മാറ്റി വെച്ചുകൊണ്ട് മൂലധന ശക്തികൾക്ക് വിധേയരാകാൻ ശ്രമിച്ചാൽ, അടിമപ്പെടാൻ തീരുമാനിച്ചാൽ എന്താണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ BJP പിന്തുടരുന്ന സാമ്പത്തിക നയവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളും തമ്മിലുള്ള വ്യത്യാസം? അതുകൊണ്ട് വികസനത്തിന് വേണ്ടി കമ്മ്യൂണിസം തന്നെ അടിയറ വെക്കുക, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് വികസനം മാത്രമാണ് ഒരേ ഒരു മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണെങ്കിൽ 91 മുതൽ എതിർത്തതിൽ എന്താ അപർണയ പ്രസക്തി? അന്ന് മൻമോഹൻ സിംഗും നരസിംഹറാവുവും പറഞ്ഞത് ഇന്ത്യ വലിയൊരു പ്രതിസന്ധിയിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, നെഹ്റുവിയൻ സോഷ്യലിസമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് നിക്ഷേപങ്ങൾക്കുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി അതിവേഗം ഒരു നിക്ഷേപ കുതിപ്പിലേക്കും വ്യവസായവൽക്കരണത്തിലേക്കും ഉൽപാദന വർധനവിലേക്കും നികുതി വരുമാനത്തിലെ കുതിപ്പിലേക്കും പോകാതെ ഇന്ത്യക്ക് ഇനി നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഉദാരവൽക്കരണവും ആഗോളീകരണവും ഫ്രീ എക്കോണമിയും അതുപോലെ തന്നെ എന്താ പറയുക ഇതെല്ലാം കൊണ്ടുവന്നത്. അപ്പൊ അതിനെ നഖശികാന്തി എതിർത്ത ഇന്ത്യ മൂലധന ശക്തികൾക്ക് ഇന്ത്യയെ വിൽക്കുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു തുലയ്ക്കുന്നു, ഇന്ത്യ ആ സോഷ്യലിസം പാത കൈവെടിഞ്ഞ് മുതലാളിത്തത്തിന്റെ അടിമകളും പ്രചാരകരും അതുപോലെ തന്നെ വിധേയന്മാരുമായി മാറുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവര് ഇപ്പൊ പറയുന്നത് അന്ന് മൻമോഹൻ സിംഗും നരസിംഹറാവുവും പറഞ്ഞത് തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അന്നും ഇന്ത്യ വലിയ പ്രതിസന്ധിയിലായിരുന്നു, ഇപ്പൊ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്നു. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയിലാകുമ്പോഴെല്ലാം നമ്മൾ നമ്മുടെ എന്താ പറയാ ഏറ്റവും അടിസ്ഥാന മൂല്യങ്ങളെല്ലാം ഉപേക്ഷിക്കുകയാണോ ചെയ്യുക? ഞാനിതിനൊന്നും എതിരല്ല, നമുക്ക് വളർച്ച വേണം, വികസനം വേണം, അതുപോലെ തന്നെ. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ പറഞ്ഞ മൂല്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ചെയ്യുമ്പോൾ അത് എത്ര കണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടും, പക്ഷെ പ്രതിനിധികൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അവിടെ തിരുവായ്ക്ക് ഒരു എതിർവായി ഉണ്ടാകുന്നില്ല, എല്ലാവരും അത് അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ പുതിയ എന്താ പറയാ സാമ്പത്തിക രേഖയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷെ എവിടെയാണ് കമ്മ്യൂണിസം പിന്നെ ബാക്കിയാകുന്നത്? ഈ സമ്മേളനത്തിൽ രാഷ്ട്രീയ ചർച്ചയല്ല വേണ്ടിയിരുന്നത്. സത്യത്തിൽ ഈ സമ്മേളനത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തു. ഇന്ത്യയില് ഫാസിസം പിടിമുറുക്കുമ്പോൾ BJP എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനത്തിനെതിരെ ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും യോജിച്ചു നിന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഇനി എന്താണ് വഴി എന്നല്ലേ ഏറ്റവും ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും കേഡർ സ്വഭാവത്തോടുകൂടി വലിയ ഇതോടുകൂടി ചിന്തിക്കാൻ ശേഷിയുള്ള ബുദ്ധിജീവികൾ ധാരാളമുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഈ അഖിലേന്ത്യാ രാഷ്ട്രീയ യാഥാർത്ഥ്യം ചർച്ച ചെയ്യപ്പെടുക പോലും ഉണ്ടായില്ല. ഫാസിസ്റ്റ് പാർട്ടി അല്ല, ഫാസിസം അല്ല, തീർച്ചയായിട്ടും ശ്രീ ജോർജ് മുട്ട്പാറ, ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് എന്നൊരു നിലപാട് മാറ്റത്തിലേക്ക് പോലും CPM കടന്നൊരു സാഹചര്യം കൂടിയാണ്. ഞാൻ തിരികെ എത്താം. ശ്രീ